ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വരാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വീഡിയോയിൽ എന്താ പറയുക, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കാമെന്ന് എനിക്ക് അറിയണില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, നമ്മുടെ വൈറൽ താരം എങ്ങനെയൊക്കെയാണ് വൈറലാകേണ്ടതെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ സോറി ഗൈസ്, എൻ്റെ സ്റ്റാൻഡില്ലാത്ത കാരണം എനിക്ക് എന്താ പറയുക, കുറച്ച് ഷെയ്ക്ക് ആകുന്നുണ്ട് ഫോണൊന്ന് ക്ഷമിച്ച് കാണാം. അപ്പോൾ നമുക്ക് അതൊന്നും അല്ല ഇപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എന്താ പറയുക വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് നമ്മൾ എന്താ പറയുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഓരോരോ എന്താ പറയുക കീടങ്ങളെന്ന് തന്നെ പറയണം ഇവറ്റകളൊക്കെ. എന്താ വെച്ചാൽ സ്ത്രീകൾ നല്ല രീതിക്ക് ജീവിക്കണ ഞാൻ നല്ല രീതിക്ക് ജീവിക്കണ ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയുകയല്ല. നല്ല രീതിക്ക് ജീവിക്കുന്ന സ്ത്രീകളെ ഒന്നടങ്കം ഇതുപോലെയുള്ള ഓരോ കീടങ്ങൾ വന്നിട്ട് പറയിപ്പിക്കാൻ തന്നെ കൂട്ടുക എന്ന് പറയുമ്പോഴേ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം അല്ല, ഈ ഷിംജിതാണ് ആ കുട്ടിയുടെ പേര്. എല്ലാവർക്കും കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷിംജിതയാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു രൂപമില്ല. എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണു, ആ കുട്ടി നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ എന്തിനായിരുന്നു ആ കുട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്തത്? നമ്മളെ ആ ഒരു വീഡിയോ അതിൽ കുറേ പേരൊക്കെ കണ്ടു. റീച്ചില്ലാത്തൊരു ചാനലായിരുന്നു. അയാളുടെ അക്കൗണ്ട് ഒരു 9,000 സംതിങ് അങ്ങാണ്ട് ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ചാനൽ ഇപ്പം ഒരുപാട് ഞാനതങ്ങനെ നോക്കിയിട്ടില്ല, അത്രയ്ക്കും റീച്ചായി. അപ്പോൾ റീച്ചിന് എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യണമെന്ന്. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത്? അത് മാത്രമല്ല, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്തിനാ ആ ടൈമിൽ പ്രതികരിക്കണമായിരുന്നു? നിങ്ങൾ പ്രതികരിച്ചതിന് തെറ്റൊന്നും ഞാൻ പറയണില്ല. നമ്മളെ ബസ്സിൽ നമ്മളൊക്കെ യാത്രക്കാരാണ് എല്ലാവരും. പല ടൈമിൽ നമുക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ കൂടി ബസ്സിൽ പോകേണ്ട അവസ്ഥയൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രതികരിക്കണം. അങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാടുണ്ടാകും സമൂഹത്തിൽ. അപ്പോൾ ആ ഒരു നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു ടൈമിൽ പ്രതികരിക്കാതിരുന്നത്? നിങ്ങൾ ആ ടൈമിൽ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സെൽഫി പോലത്തെ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ നിങ്ങൾ പ്രതികരിക്കണ ആ ഒരു ടൈമിൽ നിങ്ങളുടെ മുഖഭാവം മാറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം വീഡിയോയിൽ വരുമ്പോൾ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ആ ഒരു ടൈമിൽ ആ നല്ല രീതിക്ക് നമ്മുടെ എന്താ പറയുക മേലെ വന്ന് ശരീരത്തിൽ മുട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ചിരിച്ചോണ്ട് ബിഹേവ് ചെയ്തത്? ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളെപ്പോലെ പൊട്ടന്മാരല്ല, എല്ലാവരും അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളിത് ഡയറക്റ്റ് ലൈവ് വീഡിയോ അല്ലല്ലോ ചെയ്തത്, അല്ലല്ലോ, വീട്ടിൽ വന്നിരുന്ന് അത് എഡിറ്റ് ചെയ്ത് കയറ്റുകയാണല്ലോ ചെയ്തത്. അന്നേരം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെയാണല്ലോ നിങ്ങളത് പോസ്റ്റ് ചെയ്താർന്ന്. അപ്പം നിങ്ങളുടെ മുഖഭാവം ശ്രദ്ധിച്ചില്ലായിരുന്നോ? നിങ്ങൾ ആ ആളെ മാത്രമാണോ നോക്കിയത്? ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ ചിന്തിക്കാനുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് നിങ്ങൾക്ക് ആ ഒരു കുട്ടി വേറൊരു കുട്ടിനെയാണ് ഡിസ്റ്റർബൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയണത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിനെയാണ് ആദ്യം നിങ്ങൾ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ആ കുട്ടി അഥവാ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ കൂടി നിങ്ങൾ ആ കുട്ടിനെ വിളിച്ചതാ നിങ്ങളെ ഈ ശല്യം ചെയ്യുന്നുണ്ട് പുറകിൽ നിൽക്കണ ആൾ. അത് കഴിഞ്ഞ് ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് പിന്നെ ഇനിയിപ്പോൾ എൻ്റെ നേർക്ക് വരും. അപ്പോൾ അത് വരുന്നതും കാത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതെല്ലാവരും കാണുന്നുണ്ട്, പൊട്ടന്മാരല്ല. മനസ്സിലായില്ലേ? നിങ്ങളെന്താ വിചാരിച്ചത്? ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പെണ്ണാണല്ലോ, ഒരുപാട് റിയാക്റ്റ് ചെയ്യാൻ ആരും വരില്ല എന്ന് നിങ്ങളൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ട് കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. മറിച്ച് ഞാൻ പറയണു, നിങ്ങളാണ് അങ്ങനെ വിചാരിച്ചത്. പെണ്ണായതുകൊണ്ട് എന്തിട്ടാലും അങ്ങ് കയറും,
അങ്ങനെയൊക്കെ വിചാരിച്ച നിങ്ങളാണ് ഇവിടെ എന്താ പറയുക വിഡ്ഢിയായിരിക്കുന്നത്. കാരണം ഇത് പൊതുസമൂഹം കാണുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എല്ലാവരും നല്ലതിന് നല്ലത് മാത്രം പറയുള്ളൂ. നല്ലതാണെങ്കിൽ മാത്രം അതിന് എന്താ പറയുക നല്ലതെന്ന് പറയുള്ളൂ. തെറ്റ് വേണ്ട തെറ്റ് തന്നെയാണ് പറയും. അപ്പോൾ നിങ്ങൾ റീച്ചിന് വേണ്ടി നിങ്ങൾ എങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ വൈറലായിട്ടുണ്ട്, മനസ്സിലായില്ലേ? കേരളക്കര ഒട്ടാകെ നിങ്ങളെ അറിയുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് കിട്ടിയെന്നും കേൾക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ എന്താ ഇങ്ങനെ ഷോളിട്ട അവസ്ഥയ്ക്ക് ഇനി മുഖം മൂടിയിട്ട് പോകുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ച് കഴിയുക. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ജയിലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് കളിച്ചതാണോ ഒരു കളിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര മോശമായിപ്പോയി ഈ ഒരു ചെയ്ത്ത്. അപ്പോൾ ഞാനിത് പ്രതികരിക്കണ്ട, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് പറയാതെ ഇരുന്നാൽ ഒരു പക്ഷേ ഇതിൽ കൂടുതലും റിയാക്ട് ചെയ്തത് പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാർ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് ഏറെയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ നിങ്ങളിനി അങ്ങനെ കൂടി നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ സ്ത്രീകളും ഇതിൽ എന്താ നല്ല വശം നോക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്ത്രീകളും ഇതിപ്പോൾ ചാനലും അങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ ഇതിൽ പ്രതികരിക്കുന്നു. അല്ലാതെ വീട്ടിൽ എന്താ പറയുക പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും കുപ്രസിദ്ധിയാണെങ്കിലും സുപ്രസിദ്ധിയാണെങ്കിലും നിങ്ങൾ വൈറലായിട്ടുണ്ട്. ഇനി പുറകെയുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഏൽക്കുക. അപ്പം ഇനി ഇതുപോലെ ആരെങ്കിലും വീഡിയോ ഇടാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ, വൈറലാകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ ചെയ്യാം. അയാളിപ്പോൾ മരിച്ചു പോയി. അയാൾക്ക് അയാളെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അയാളുടെ വീട്ടിൽ. അതൊക്കെ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കുറ്റബോധമില്ലേ നിങ്ങൾക്ക്? ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊരു ഈ വീഡിയോ ഇടാൻ കാണിച്ച ആ ഒരു ഇതിൽ അയാൾ മരിച്ച അതിൻ്റെ കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അതറിഞ്ഞതിന് ശേഷം നിങ്ങളൊരു വീഡിയോ ആയിട്ട് വരും മാപ്പ് പറഞ്ഞിട്ട് എന്നാണ് കുറേ പേരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു കുലുക്കും ഉണ്ടായിട്ടില്ല. വൈറലായി കഴിഞ്ഞല്ലോ അല്ലേ? എങ്ങനെയായാലും അതിനൊക്കെ ഒരു അറുതി വരാനുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കുറേ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണോ? കാണാണ്ടിരിക്കില്ല. നിങ്ങളെ ഫ്രണ്ട്സ് തന്നെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലേ? അപ്പോൾ അവരൊന്നും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടില്ലേ? ഈ ഒരു കാര്യം ചെയ്തത് ബാഡാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, മാപ്പ് പറയാനുള്ളൊരു മനസ്ഥിതി പോലെ നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ. ഭയങ്കര കഷ്ടമുണ്ട് എന്തായാലും. അപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ പൊളിച്ചു. എന്തായാലും നിയമം നിങ്ങളെ എന്ത് ചെയ്യാനാണെന്നൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ തീരുമാനമായിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ ബസ്സിൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ഒന്നങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് എന്ന് പറയുക. എന്നിട്ടും കേൾക്കാതിരുന്ന മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു ബസ്സിൽ ഒരാൾക്കാർ മാത്രമല്ലല്ലോ, കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവരോടൊന്നും പറയാതെ ഇയാൾ കുറച്ച് നേരമായിട്ടുണ്ട് എന്നെ ഡിസ്റ്റർബൻസ് ചെയ്യണു എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിലെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അയാളെ പെരുമാറുമായിരിക്കും. നിങ്ങൾ പറഞ്ഞ ആ ഉദ്ദേശശുദ്ധി അല്ല, അയാൾ ചെയ്ത കാര്യം നല്ലതല്ലെങ്കിൽ എല്ലാവരും കൂടെ അയാളെ പെരുമാറും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ കാണിച്ചത് എന്തായിരുന്നു? അതെടുത്ത് വീഡിയോ ആക്കി അത് പബ്ലിഷ് ചെയ്തു, അന്നേരം പ്രതികരിക്കാതെ. അതും ഒരു ലാവിഷ് മൈൻഡായിട്ടാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതും. ഫോണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ. വെറുതെ എന്തിനായിരുന്നു? അയാളെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ? നല്ലൊരു നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. നിങ്ങളായിട്ട് അതിൻ്റെ ജീവിതം തോലച്ചു. ഇന്ന് അയാൾ ഭൂമിയിലില്ല. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിന് ശേഷം നിങ്ങൾ
വീഡിയോയിലോ അല്ലെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ടില്ലല്ലോ. ഒരു മാപ്പ് പറയുന്നു പ്രതീക്ഷിച്ചു, അതുമില്ല. എന്തായാലും നന്നായി, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും പ്രതികരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് കൂടിയിട്ടായിരുന്നു എൻ്റെ ഈ ഒരു വീഡിയോ. ടാറ്റ.